2026 കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് തമിഴ്നാട്ടിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. തീർച്ചയായിട്ടും വമ്പൻ അട്ടിമറികൾ പ്രതീക്ഷിക്കുന്ന, എന്നാൽ പ്രിഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലോട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായി 2026 തെരഞ്ഞെടുപ്പ് തമിഴ്നാട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണമെന്ന് പറയുന്നത്, ഇപ്പോൾ അവിടെ ഒരു പുതിയ പാർട്ടി വന്നിരിക്കുന്നു, വിജയുടെ TVK പാർട്ടി വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ BJPയും അതോടൊപ്പം തന്നെ അണ്ണാ DMKയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് മത്സരിക്കാനായിട്ട് തയ്യാറാകുന്നു. അപ്പോൾ രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോൾ ആകപ്പാടെ തമിഴ്നാട്ടിൽ മാറിയിരിക്കുകയാണ്. എന്ത് തരം അട്ടിമറിയും അവിടെ സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അതുകൊണ്ട് തന്നെ 2026 തെരഞ്ഞെടുപ്പ് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കോളിളക്കമുണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഒരു ദേശീയ സർവേ റിസൾട്ട് 2026 എന്തായിരിക്കും തമിഴ്നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു സർവേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ പുതിയ സർവേ, അതായത് ഈ ഒരു ദേശീയ സർവേ പുറത്തുവിട്ടിരിക്കുന്നത് ചാണക്യയുടെ അഭിപ്രായ സർവേയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്നത്. സമയം കളയാതെ എന്തൊക്കെയാണ് ചാണക്യ സർവേ റിസൾട്ടിൽ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വെറും 11 മാസം മാത്രം ശേഷിക്കെ മുതിർന്ന പത്രപ്രവർത്തകൻ രംഗരാജ് പാണ്ഡെ തൻ്റെ ചാണക്യ TVയിലൂടെ നടത്തിയ ഒരു അഭിപ്രായ സർവേയാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാര്യമായി ഇപ്പോൾ നിലവിൽ മാറിയിരിക്കുന്നത് തന്നെ. ഈ അഭിപ്രായ സർവേ പ്രകാരം സംസ്ഥാനത്തുടനീളമുള്ള നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ചുള്ള നിർണായക ഉൾക്കാഴ്ചകളാണ് നൽകിയിരിക്കുന്നത്. അതായത് ഏപ്രിൽ മുതൽ മെയ് വരെയുള്ള കാലയളവിൽ 40 പ്രധാന നിയമസഭാ മണ്ഡലങ്ങളെ ഉൾപ്പെടുത്തി നടത്തിയ സർവേയാണ്. വോട്ടർ വികാരത്തിൽ ഒരു മാറ്റവും ഉണ്ടാകാനുള്ള സാധ്യതയും ചക്രവാളത്തിൽ വളരെ മത്സരാധിഷ്ഠിതമായ ചതുർമുഖ മത്സരവും സൂചിപ്പിക്കുന്നുമുണ്ട്. ഇത് ഭരണകക്ഷിയായ DMK വർദ്ധിച്ചു വരുന്ന ഭരണവിരുദ്ധ വികാരത്തെ അഭിമുഖീകരിക്കുന്നുണ്ടെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ചക്രത്തെ അപേക്ഷിച്ച് അതിൻ്റെ ജനപ്രീതി കുറയുന്നതായും സർവേ വെളിപ്പെടുത്തുന്നു. അതേസമയം പ്രതിപക്ഷമായ AADMK വീണ്ടും ശക്തി പ്രാപിക്കുകയും ഒരു പ്രധാന മത്സരാർത്ഥിയായി ഉയർന്നു വരികയും ചെയ്യുന്നു. രസകരമെന്ന് പറയട്ടെ, സീമാൻ്റെ നാം തമിഴർ കച്ചി, അതായത് NTK, അതിൻ്റെ വോട്ടർ അടിത്തറ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നടനും രാഷ്ട്രീയക്കാരനുമായ വിജയ് പൊതുജനങ്ങൾക്കിടയിൽ ഗണ്യമായ വിശ്വാസം നേടിയെടുക്കുന്നതായും ഇതിൽ പറയുന്നുമുണ്ട്. രംഗരാജ് പാണ്ഡെയുടെ അഭിപ്രായത്തിൽ ബാഹ്യ സ്വാധീനമോ മൂന്നാം കക്ഷി ഏജൻസികളുടെ പങ്കാളിത്തമോ ഇല്ലാതെ സ്വതന്ത്രമായി നടത്തിയ സർവേയാണിത്. ചെങ്കൽപ്പേട്ട്, നാഗപട്ടണം, T നഗർ, മധുര വെസ്റ്റ്, സേലം തുടങ്ങിയ 40 വ്യത്യസ്ത നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള 3065 പേരാണ് ഇതിൽ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രകടനം എത്രത്തോളമാണ് എന്നുള്ളതാണ് ആദ്യ ചോദ്യം എന്ന് പറയുന്നത്. അതിൽ 28% പേർ ഇത് നല്ലതാണെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. 38% പേർ ഇത് ശരാശരിയാണെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. 34% പേർ മോശമെന്നും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രകടനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ 33% പേർ മികച്ചതാണെന്ന് റേറ്റ് ചെയ്തിരിക്കുന്നു. 35% പേർ കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. 32% പേർ മോശമാണെന്നും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. തമിഴ്നാടിനോടുള്ള മോദി സർക്കാരിൻ്റെ സമീപനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള ഉത്തരം, സംസ്ഥാനം വഞ്ചിക്കപ്പെടുകയാണെന്ന് 46% പേർക്ക് തോന്നിയെന്നും 34% പേർക്ക് വിയോജിപ്പുണ്ട് എന്നും 20% പേർക്ക് ഉറപ്പില്ല എന്നുമായിരുന്നു ഉത്തരം. DMK സർക്കാരിൻ്റെ പ്രകടനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് 23% പേർ മികച്ചതാണെന്ന് റേറ്റ് ചെയ്തു. 36% പേർ ശരാശരിയാണെന്ന് അഭിപ്രായപ്പെട്ടു. 41% പേർ മോശമെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി MK സ്റ്റാലിനെ വിലയിരുത്തിയത് അദ്ദേഹത്തിൻ്റെ നേതൃത്വം മികച്ചതാണെന്ന് 27% പേരാണ് പറഞ്ഞിരിക്കുന്നത്. 35% പേർ അതിനെ ശരാശരി എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. 38% പേർ അതിനെ മോശം എന്നാണ് റേറ്റ് ചെയ്തിരിക്കുന്നത്. ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഉദയനിധി സ്റ്റാലിനെ വിലയിരുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വം മികച്ചതാണെന്ന് 22% പേരാണ് പറയുന്നത്. 33% പേർ അതിനെ ശരാശരി എന്നും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. 45% പേർ അതിനെ മോശമെന്നാണ് റേറ്റ് ചെയ്തിരിക്കുന്നത്. ക്രമസമാധാന പാലത്തിന് കുറഞ്ഞ മാർക്ക് മാത്രമാണ് ലഭിച്ചത്. 53% പേർ മോശം റേറ്റിംഗും 17% പേർ മികച്ച റേറ്റിംഗുമാണ് നൽകിയിരിക്കുന്നത്. DMKയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെക്കുറിച്ചുള്ള ആ ഒരു റേറ്റിംഗ് എത്രയാണെന്നുള്ള ചോദ്യത്തിന് 16% പേർ അവ പൂർണ്ണമായും നിറവേറ്റിയതായി പറയുന്നു. 52% പേർ അവ ഭാഗികമായി നിറവേറ്റിയതായി വിശ്വസിക്കുന്നു.
32% പേർ അവ ഒട്ടും നിറവേറ്റിയിട്ടില്ല എന്ന് പറയുന്നു. DMK സർക്കാരിൻ്റെ കീഴിലുള്ള അഴിമതിയെക്കുറിച്ച് പ്രതികരിച്ചവരോട് ചോദിച്ചപ്പോൾ 53% പേർ അഴിമതി വർദ്ധിച്ചുവെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. 31% പേർ ഒരു പരിധിവരെ അഴിമതിയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതേസമയം 16% പേർ മാത്രമാണ് സർക്കാർ അഴിമതിയിൽ നിന്ന് മുക്തമാണെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. DMK മന്ത്രിമാർക്കെതിരായ ED IT റെയ്ഡുകൾ പോലുള്ള കേന്ദ്ര ഏജൻസികളുടെ നടപടികളെക്കുറിച്ച് 47% പേർ അവ നിയമാനുസൃതവും ന്യായയുക്തവുമാണെന്ന് കരുതി. 32% പേർ അവ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കരുതിയിരിക്കുന്നു. പാർട്ട് ടൈം രാഷ്ട്രീയക്കാരനായ വിജയെക്കുറിച്ചുള്ള പൊതുജനാഭിപ്രായം തേടിയപ്പോൾ 26% പേർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നല്ലതാണെന്ന് വിശ്വസിക്കുന്നു. 54% പേർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രകടനം ശരാശരിയാണെന്ന് വിശ്വസിക്കുന്നു. 20% പേർ മോശം എന്ന് റേറ്റ് ചെയ്തിരിക്കുന്നു. മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിപക്ഷ നേതാവ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എടപ്പാടി K പളനിസ്വാമിക്ക് 49% പേരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. K അണ്ണാമലയ്ക്ക് 24% പേർ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വിജയ്ക്ക് 16% പേരാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സീമാന് 11% പേര്. അതോടൊപ്പം തന്നെ AIADMK BJP സഖ്യത്തെക്കുറിച്ചുള്ള പൊതുജന പ്രതികരണം തേടിയപ്പോഴത്തേക്കും 37% പേർ അതെ സഖ്യത്തെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 39% പേർ ഇല്ല പിന്തുണയ്ക്കുന്നില്ല എന്ന് പറയുന്നു. 24% പേർ തീരുമാനമെടുത്തിട്ടില്ലെന്ന് പറയുന്നു. AIADMK BJP സഖ്യത്തിനായുള്ള വോട്ടർമാരുടെ ഉദ്ദേശ്യം 35% പേർ അതെ സഖ്യത്തിന് വോട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 41% പേർ ഇല്ല പിന്തുണയ്ക്കില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. 24% പേർ തീരുമാനമെടുത്തിട്ടില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. തമിഴ്നാടിൻ്റെ അടുത്ത മുഖ്യമന്ത്രിക്ക് മുൻഗണന നൽകുന്നത് ആര് എന്നുള്ള ചോദ്യത്തിന് എടപ്പാടി K പളനിസ്വാമിക്ക് 30% പേരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അതായത് അണ്ണാ DMKയുടെ എടപ്പാടി പളനിസ്വാമിയാണ് ടോപ്പിൽ നിൽക്കുന്നത്, 30% പേർ. MK സ്റ്റാലിന് DMK തൊട്ട് താഴെയായിട്ട് 28% പേരാണ് സപ്പോർട്ട് ചെയ്യുന്നത്. വിജയ്ക്ക് മൂന്നാം സ്ഥാനത്ത് 21% പേരാണ്. K അണ്ണാമലൈ 14%, 4-ാം സ്ഥാനത്ത്. സീമാൻ 7%വുമാണ് കിട്ടിയിരിക്കുന്ന സപ്പോർട്ട്. ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നാൽ ആര് ജയിക്കുമെന്നുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം വന്നിരിക്കുന്നത് AIADMKക്ക് 41% പേരാണ് സപ്പോർട്ട് ചെയ്തത്. അതായത് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നാൽ AIADMK വിജയിക്കുമെന്നുള്ള തരത്തിൽ 41% പറഞ്ഞിരിക്കുന്നത്. DMKക്ക് 34%, TVK വിജയുടെ പാർട്ടിക്ക് 19%, NTKക്ക് അതായത് നാം തമിഴർ കച്ചിക്ക് 6% പേരുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ മുഖ്യമന്ത്രി സ്റ്റാലിനും അതോടൊപ്പം തന്നെ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനുമുള്ള അംഗീകാരത്തിൽ ഗണ്യമായ ഇടിവ് ഉണ്ടായതായി ഈ സർവേ സൂചിപ്പിക്കുന്നു എന്നുള്ളത് വളരെയധികം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഒന്നിലധികം പാർട്ടികൾ സ്വാധീനം നേടുകയും വോട്ടർമാരുടെ വികാരങ്ങൾ മാറുകയും ചെയ്യുന്നതിനാൽ 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇഞ്ചോടിഞ്ച് പോരാട്ടമായി മാറുകയാണ് എന്നുള്ളത് ഈ ഒരു സർവേയിൽ നിന്നും വളരെയധികം വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിലവിൽ ഈ DMKയും അതോടൊപ്പം തന്നെ TVK വിജയുടെ പാർട്ടിയും രണ്ട് തട്ടല്ല. യഥാർത്ഥത്തിൽ അവർ രണ്ട് പാർട്ടിയായിട്ട് സ്പ്ലിറ്റായി നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉദ്ദേശമെന്ന് പറയുന്നത് BJPയെ എതിർക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിൽ DMKക്ക് ഒരു വലിയ കനത്ത തിരിച്ചടിയായി മാറിയത് വിജയുടെ പാർട്ടി കൂടി അതിൽ വന്നതുകൊണ്ടാണ്. ഇപ്പോൾ DMK ഒറ്റയ്ക്കായിരുന്നെങ്കിൽ 2026 കുറച്ചുകൂടി എളുപ്പമായിട്ട് അവർക്ക് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ വിജയുടെ പാർട്ടി കൂടി വന്നതിൽ പിന്നാലെ വോട്ടുകൾ മാക്സിമം സ്പ്ലിറ്റായി പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അവിടെ DMKക്ക് കനത്ത തിരിച്ചടിയായി മാറുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറും. അവിടെയാണ് ഈ പറയുന്ന തരത്തിൽ അണ്ണാ DMKയും BJPയും തന്ത്രപരമായി നീങ്ങിയത് എന്നുള്ളത് വ്യക്തമാണ്. അതായത് അവർ ഈ വരുന്ന 2026 തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ രണ്ട് തട്ടായിട്ടാണ് നിന്നിരുന്നെങ്കിൽ ഒരു ചുക്കും അവിടെ നടക്കത്തില്ല എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അവർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് മത്സരിക്കാൻ തീരുമാനിച്ചത് കൊണ്ട് തന്നെയും അവിടെ വളരെ വലിയ തോതിലുള്ള ഒരു അട്ടിമറി ഉണ്ടാകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ DMKയെ സംബന്ധിച്ചിടത്തോളം ഒരു നെഞ്ചെടുപ്പുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് 2026 തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് അവിടെ വിജയുടെ ഒരു പുതിയ പാർട്ടി വന്നതുകൊണ്ട് തന്നെയും അതോടൊപ്പം തന്നെ അണ്ണാ DMK BJP കൂട്ടുകെട്ട് വീണ്ടും ഒന്നിച്ച് അവിടെ വന്നതുകൊണ്ട് തന്നെയും DMKയെ സംബന്ധിച്ചിടത്തോളം എളുപ്പമല്ല കാര്യങ്ങൾ എന്നുള്ളതും വാസ്തവം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ സർവേ നോക്കുമ്പോൾ തന്നെയും ഇഞ്ചോടിഞ്ച് പോരാട്ടം അവിടെ നടക്കുമെന്നുള്ളത് വാസ്തവം തന്നെയാണ്.